അനധികൃത മണൽ ഖനനം ചോദ്യം ചെയ്ത ഫോറസ്റ്റ് ഗാർഡിനെ ട്രാക്ടർ കയറ്റി കൊന്ന് മണൽ മാഫിയ. ട്രാക്ടർ ദേഹത്ത് കൂടി കയറ്റിയിറക്കി. പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം. മധ്യപ്രദേശിലെ മുറീന ജില്ലയിൽ ഇന്ന് പുലർച്ചെ 5:30-നും 6 മണിക്കും ഇടയിൽ നടന്ന സംഭവമാണ്. അനധികൃതമായിട്ട് മണൽ ഖനനം ചെയ്യുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ മണൽ മാഫിയയുടെ ട്രാക്ടർ ഇടിച്ച് ഫോറസ്റ്റ് ഗാർഡ് കൊല്ലപ്പെടുന്നത്. 35-കാരനായ ഹർകേഷ് ഗുർജറാണ് കൊല്ലപ്പെടുന്നത്. ദേശീയപാത 552 സമീപം റാൺപൂർ ഗ്രാമത്തിലാണ് ഈ അരുംകൊല. പെട്രോളിംഗ് സംഘത്തിനൊപ്പം ഹർകേഷ് അവിടെ എത്തുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഐസാഘട്ടിൽ നിന്ന് ചമ്പൽ വഴി മണൽ കടത്തുന്ന മാഫിയെ ഈ പെട്രോളിംഗ് സംഘം കണ്ടെത്തുന്നത്. ട്രോളി കെട്ടിയ ഒരു ട്രാക്ടർ അത് തടഞ്ഞപ്പോൾ ഈ ഫോറസ്റ്റ് ഗാർഡ് നേരെ വളരെ വേഗത്തിൽ ആ ട്രാക്ടർ ഡ്രൈവർ പാഞ്ഞെടുത്തു. എന്നിട്ട് ആ ഫോറസ്റ്റ് ഗാർഡിന്റെ ശരീരത്തിന് മുകളിലൂടെ അത് ഓടിച്ചു കയറ്റി. തൽക്ഷണം തന്നെ മരണം സംഭവിച്ചു. നിർത്താതെ ആ വാഹനവുമായി അയാൾ രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. थाना दिल्ली के अंतर्गत रानपुर तिराहे की घटना बता रहे हैं कि अल सुबह लगभग 5:30 से 6 के बीच में जो फॉरेस्ट की टीम थी वो अपने बीट गश्त में थी, जिस दौरान उन्होंने एक अवैध रूप से रेत से भरे ट्रैक्टर को रोकने का प्रयास किया, जिसमें कि एक जो ट्रैक्टर था, ट्रैक्टर के द्वारा जो फॉरेस्ट के एक आरक्षक थे ऋषिकेश गुर्जर, उनको कुचल दिया गया तेजी से लापरवाहीपूर्वक चलाते हुए। उसमें पुलिस की टीम तत्काल सक्रिय हुई है और वरिष्ठ अधिकारी घटनास्थल पर पहुंचे हैं और जो मृतक हमारा जो फॉरेस्ट का साथी है उसके शव को पीएम के लिए जिला चिकित्सालय लाया गया है, जहां उसके पीएम की कार्रवाई की जा रही है और उसमें प्रकरण पंजीबद्ध किया जा रहा है विभिन्न धाराओं के तहत। और जो आरोपी हैं उनको भी आइडेंटिफाई किया है, बहुत जल्दी उनको भी गिरफ्तार करेंगे. ട്രാക്ടർ ഡ്രൈവറെ ഇതുവരെ പോലീസിന് കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഈ കൊലപാതകം കഴിഞ്ഞ ഉടൻ തന്നെ ട്രാക്ടർ ഡ്രൈവറായിട്ടുള്ള വിനോദ് കോഹ്ലി ഒരു പെട്രോൾ പമ്പിലേക്ക് ട്രാക്ടറുമായി എത്തുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. പെട്രോൾ പമ്പിൽ എത്തി വളരെ വേഗത്തിൽ പോകുന്നതാണ് ദൃശ്യങ്ങൾ. ആ പെട്രോൾ പമ്പിലെ ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ ട്രാക്ടറും ആ ട്രാക്ടറിന് പിന്നിൽ ലോഡായി മണലുമുള്ളത്. എന്താണേലും വിനോദ് കോഹ്ലി എന്ന ഡ്രൈവറുടെ ചിത്രങ്ങൾ കൃത്യമായി പതിഞ്ഞിട്ടുമുണ്ട്. ഈ വിനോദ് കോഹ്ലി എന്ന ഈ ട്രാക്ടർ ഡ്രൈവർക്കൊപ്പം ട്രാക്ടറിന്റെ ഉടമകളായിട്ടുള്ള സോനു ചൗഹാൻ, പവൻ തോമർ എന്നിവരുടെ പേരുകളാണ് എഫ്ഐആറിലുള്ളത്. ജാനക്പൂർ സ്വദേശിയായിട്ടുള്ള ഹർകേഷ് ഈ അടുത്ത ദിവസങ്ങളിലാണ് സ്വന്തം ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഗാർഡായി ട്രാൻസ്ഫർ കിട്ടി എത്തിയത്. എന്താണേലും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞുവെന്നാണ് പറയുന്നത്. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.